ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫൺസോറയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ പുതിയൊരു ആഴ്ച തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇന്ന് നിഫ്റ്റിയിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ നിഫ്റ്റി എക്സ്പയറി ആണ്, മറക്കണ്ട. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ മൂവ്മെന്റ് അനലൈസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റ് നോക്കാം. അതിനു മുമ്പ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 23,379 നിഫ്റ്റിയുടെ ഇന്നത്തെ മൺഡേ ക്ലോസിംഗ് വന്നത്. ബൈസെൽ വാല്യൂ വന്നത് ഏകദേശം 23,382.60, നെഗറ്റീവ് 165.15 പോയിന്റ്സ് ഡൗൺ, നെഗറ്റീവ് 0.70% ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ് വന്നത്. ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് മൂവ്മെന്റ് ജസ്റ്റ് ഒന്ന് ഡെയിലി ചാർട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യണേണ്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, കണ്ടോ, മാർക്കറ്റ് ഏകദേശം മൂവ് ചെയ്തത് 23,655 വരെ നല്ലോണം മൂവ് ചെയ്തു. അത് കഴിഞ്ഞൊരു ഫോൾ ആണ് ഉണ്ടായത്. ആദ്യം മാർക്കറ്റിന്റെ തുടക്കം നമ്മൾ കണ്ടാണ്, നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് ഉണ്ടായി. പക്ഷെ അതിന് ശേഷം പിന്നെ മാർക്കറ്റ് ഡൗൺഫോൾ മൂവ്മെന്റ് ചെയ്യാൻ തുടങ്ങി. അത് മാത്രമല്ല, നമ്മൾ ഇനിയിപ്പോ 1 അവർ ചാർട്ടിൽ എടുക്കുവാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഡേറ്റ് വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇന്നത്തെ ഡേറ്റ് വെച്ച് നോക്കാൻ നേരത്തെ ഇവിടെ നിന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 9:15 കഴിഞ്ഞ് ഒരു 10:15 ആയപ്പോഴേക്കും മാർക്കറ്റ് 10:15 ഒക്കെ ആയപ്പോഴേക്കും മാർക്കറ്റ് ഇത്തിരി ബുള്ളിഷ് മൂവ് കാണിച്ചു. ഇത് IT സെക്ടർ കാണിച്ച നല്ല പെർഫോമൻസ് ആണ്. പക്ഷെ അതേസമയം ബാക്കിയുള്ള സെക്ടറും ഇത്തിരി ബെയറിഷ് ആയിട്ടാണ് മൂവ് ചെയ്തത്. സെക്ടർ വൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വിലയിരുത്താം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, മൊത്തം മാർക്കറ്റ് ഇൻഡെക്സസ് ബെയറിഷ് ആയിരുന്നു. അതിനകത്ത് നിഫ്റ്റി നെക്സ്റ്റ് 50, നിഫ്റ്റി മിഡ് ക്യാപ് 50, നിഫ്റ്റി മിഡ് ക്യാപ് 100, നിഫ്റ്റി മിഡ് ക്യാപ് 150 എല്ലാം 1%ന്റെ മുകളിൽ. ലാർജ്, മിഡ് സെലക്ട്, മൈക്രോ ക്യാപ്, മിഡ് സ്മോൾ, ലാർജ്, മിഡ് സ്മോൾ ഇതെല്ലാം 1%ന്റെ മുകളിൽ ബെയറിഷ് ആയിട്ടാണ് മൂവ് ചെയ്തത്. അപ്പോൾ ഇവിടെ സെക്ടോറിയൽ ഇൻഡിസസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി IT നല്ലോണം പെർഫോം ചെയ്തു. ഏകദേശം 2.66% നല്ല മൂവ്മെന്റ് ആണ്. അതുപോലെ തന്നെ നിഫ്റ്റി മീഡിയയും 1.37% അപ്പ് മൂവ്മെന്റ് നൽകി. അപ്പോൾ ഇവിടെ നിഫ്റ്റി MSIT ടെലികോം സെക്ടർ ആണെങ്കിൽ ഒരു 0.88% അപ്പ് മൂവ്മെന്റ്, നല്ലൊരു മൂവ്മെന്റ് ആണ് നൽകിയത്. ആ ഒരു റിഫ്ലക്ഷൻ ആണ് ഇവിടെ നിഫ്റ്റിയിൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഒരു നിഫ്റ്റിനെ പുള്ളപ്പ് ചെയ്ത ഗ്രീൻ ക്യാൻഡിൽ കണ്ടത്. പക്ഷെ ബാങ്കിങ് സെക്ടേഴ്സ്, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഇതൊക്കെ ബെയറിഷ് ആയിട്ടാണ് മൂവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് വീണ്ടും മാർക്കറ്റിൽ 11:15 കഴിഞ്ഞ് 11:15 ശേഷം ഒരു ബെയറിഷ് ആയിട്ട് മൂവ്മെന്റ് ഉണ്ടായി. മാർക്കറ്റ് ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്ത് 23,379 ക്ലോസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ നാളത്തേക്കുള്ള അനലൈസിങ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു പാറ്റേൺ കാണാം. വരച്ചോട്ടെ, ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന പാറ്റേൺ. ഓക്കെ, അപ്പൊ ഈ പാറ്റേൺ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ നിൽക്കുന്ന ലെവൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി നോക്കാനുള്ള ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 23,600 ആയിരിക്കും. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 23,600 ഇതായിരിക്കും ഇനി വരാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ റെസിസ്റ്റൻസ്. നാളത്തേക്കുള്ളത് ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1. അതിനുശേഷം നമുക്ക് അത് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്കൊരു പുതിയ റെസിസ്റ്റൻസിലോട്ട് നോക്കാൻ പറ്റുള്ളൂ. അതെന്ന് പറയുന്നത് 24,000 ആയിട്ട് വരും. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 24,000, ഞാൻ കറക്റ്റ് എടുത്തോട്ടെ, 24,000 ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഈ റെസിസ്റ്റൻസ് 1 എടുക്കാൻ ഒരു പ്രത്യേകം കാര്യം കൂടി ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയെ വന്ന് IT സെക്ടർ പെർഫോം ചെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ വന്ന് നല്ലൊരു സൈഡ് വേസ് മൂവ്മെന്റും അവിടെ ഒരു ചെറിയ സൈഡ് വേസ് നല്ല സ്റ്റേബിളായ 1, 2, 3, 4, 5 ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്തത്. കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ 2 ക്യാൻഡിൽസ് 29th ഫ്രൈഡേ മേലെയും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ 3 ക്യാൻഡിൽ മാത്രമേ നമുക്ക് എടുത്തു നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്യാൻഡിൽസ് വെച്ചാണ് ഞാൻ പറഞ്ഞത് ഒരു കുറച്ചും കൂടി 23,600 നല്ലൊരു നമ്മുടെ റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യും. പിന്നെ അടുത്തത് നമ്മുടെ സപ്പോർട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന 379 എന്ന പൊസിഷൻ വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് ഇനി നോക്കാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ്
നമ്മൾക്ക് സപ്പോർട്ടായിട്ട് കാണാൻ പറ്റുന്നത് 23,300 ആണ്. ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ലെവലാണ്. കാര്യം ഞാൻ പറയാം. കാര്യം ഈ ഒരു ലെവലാണ് നമ്മളെ ഇപ്പോൾ താങ്ങി നിൽക്കുന്ന സപ്പോർട്ട് ലെവൽ. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലും കൂടിയാണ്, ഫസ്റ്റ് സപ്പോർട്ട് ലെവലും കൂടിയാണ്. ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു മൂവ്മെന്റ് നമുക്കറിയാം, വാറൊന്നും ഇപ്പോഴും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണണം. അങ്ങനെ വരാൻ നേരത്ത് ഈ 23,300 എന്ന ലെവൽ കഴിഞ്ഞാൽ, ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടന്റ് ലെവൽ എന്ന് പറയുന്നത് 23,000 തന്നെയാണ്. ജസ്റ്റ് താഴെ 23,000 ഞാൻ മാർക്ക് ചെയ്തോട്ടെ. 23,000 ഇവിടെ കൊണ്ടുവരും. ഇത് ഇമ്പോർട്ടന്റ് ലെവൽ ഓഫ് സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യും. കാര്യം ഈ ഒരു ലെവലാണ് നമുക്ക് ഒരു മാർക്കറ്റിന്റെ ഡൗൺവേർഡ് മൂവ്മെന്റിന്റെ ഒരു ഫൈനൽ മൂവ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 23,000 ഇത് ഇമ്പോർട്ടന്റ് സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. സോറി, സപ്പോർട്ട് 1 അല്ല, സപ്പോർട്ട് 2 ആയിട്ട് ആക്ട് ചെയ്യും. ഞാനിവിടെ എഴുതിയത് മുകളിലത്തെ തെറ്റിപ്പോയിട്ടുണ്ട്, ഞാൻ കറക്റ്റ് ചെയ്തോട്ടെ. ഇത് 23,300 ആണ്. ഇതാണ് സപ്പോർട്ട് 1. ഈ രണ്ട് ലെവൽസും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്താന്ന് വെച്ചാൽ, ഇവിടെ വന്ന് മാർക്കറ്റ് ഒരു ബെയറിഷ് ക്യാൻഡിൽ അല്ല 1 അവർ ടൈം ഫ്രെയിമിൽ ഫോം ചെയ്യുന്നില്ലെങ്കിൽ, ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തില്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന്, അതായത് 23,300 റെസ്പെക്ട് ചെയ്ത് റിവേഴ്സ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോഴും ശ്രദ്ധിക്കണം. ഈ 23,600 ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 1 അവർ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഈ ഒരു 1 അവർ ക്യാൻഡിൽ നമ്മുടെ കൺഫർമേഷൻ ലെവലിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തു പോയില്ലെങ്കിൽ ഇവിടെയും വീണ്ടും മുകളിലോട്ട് മാർക്കറ്റ് പോയാലും ഈ ഒരു പൊസിഷനിൽ ചിലപ്പോൾ ഒരു ചെറിയ ഡിഫറൻസിൽ മുകളിലോട്ട് പോകും. പക്ഷെ ക്യാൻഡിൽസ് ഫോം ചെയ്യുന്ന റെഡ് ആണെങ്കിൽ സൂക്ഷിച്ചോളണം. പിന്നെ അവിടെ നിന്ന് റീട്രേസ് ചെയ്യാൻ തുടങ്ങും മാർക്കറ്റ്. ഓക്കെ, പിന്നെ നമ്മുടെ ആവറേജ് ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോഴത്തെ ലോ ഹൈ ആവറേജ് എടുക്കുകയാണെങ്കിൽ ഇപ്പോഴും കാണാം നമ്മുടെ മാർക്കറ്റ് ഈ ഒരു പൊസിഷൻ, അതായത് ഞാൻ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 23,694 23,700 എന്ന് റൗണ്ട് അപ്പ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ആകാതെ നമുക്ക് എന്തിട്ടാണ് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആയി എന്ന് പറയാൻ പറ്റൂല. കാര്യം എന്താന്ന് വെച്ചാൽ, അതാണ് നമ്മുടെ കൺഫർമേഷൻ ലെവൽ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് കോഴ്സിൽ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ കോഴ്സിന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അഫ്കോഴ്സ് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കോഴ്സിൽ ജോയിൻ ചെയ്ത് ഇൻ ഡെപ്ത് ആയിട്ട് എങ്ങനെയാണ് സ്റ്റോക്ക് പർച്ചേസ് ചെയ്യേണ്ടതെന്നും, പിന്നെ എങ്ങനെയാണ് ടെക്നിക്കൽ അനാലിസിസ് ചെയ്ത് ഞാൻ ചെയ്യുന്ന പോലെ അനലൈസ് ചെയ്യേണ്ടതെന്നും പഠിക്കാൻ പറ്റുന്നതായിരിക്കും. ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്. ലൈഫ് ടൈം ആക്സസും ലൈഫ് ടൈം വാട്സ്ആപ്പ് സപ്പോർട്ടോട് കൂടിയുള്ള ക്ലാസ്സസ് ആണ്. ഇതിൽ ഞങ്ങൾ ലെവൽസ് പറഞ്ഞു കൊടുക്കുന്നില്ല, പകരം എങ്ങനെയാണ് സ്വയം ഞാൻ അനലൈസ് ചെയ്യുന്ന പോലെ അനലൈസ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ടെക്നിക്കൽ അനാലിസിസ് എന്ന സബ്ജക്റ്റ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ഞാൻ ഫോൺ നമ്പർ പറയുന്നതായിരിക്കും, നോട്ട് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പൊ ബാക്ക് ടു ദ ടോപ്പിക്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് കിടക്കാം. അപ്പൊ ബാങ്ക് നിഫ്റ്റി ഇവിടെ നോക്കുവാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റി നമ്മൾ നേരത്തെ വരച്ചിരുന്ന അനാലിസിസ് ആണിത്, ഇതിനു മുമ്പത്തെ ഫ്രൈഡേ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു ഹാർമോണിക് പാറ്റേൺ വരച്ചിരുന്നു, ഒരു ABCD ഹാർമോണിക് പാറ്റേൺ. അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു അന്ന് മാർക്കറ്റ് ഇവിടെയാണ് ക്ലോസ് ചെയ്തത്. അതാണ് ഞാൻ ഇവിടെ ഈ ആരോ വരച്ചിട്ടിരിക്കുന്നത്. അന്ന് ഞാൻ ആ ഹാർമോണിക് പാറ്റേണിൽ പറഞ്ഞു തന്നു, ഈ പാറ്റേൺ അനുസരിച്ച് ഇവിടെ വന്ന് ഈ 52,800 അവിടെ റീട്രേസ് ചെയ്ത് പിന്നെ മുകളിൽ വന്ന് പിന്നെയും മാർക്കറ്റ് മൂവ് ചെയ്യും എന്നായിരുന്നു ഞാൻ, താഴത്തോട്ട് മൂവ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ വരച്ച പോലെ തന്നെയാണ് മാർക്കറ്റ് 55,000 കുറച്ചും കൂടി മുകളിലോട്ട് പോയി 55,400 വരെ മുകളിലോട്ട് പോയി. എന്നിട്ട് പിന്നെയും തിരിച്ച ഹാർമോണിക് പാറ്റേണിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ടെക്നിക്കൽ അനാലിസിസ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നു പറയുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാം. ആദ്യമേ തന്നെ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ക്ലോസിംഗ് മാർക്ക് ചെയ്തോട്ടെ. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 53
658 ആണ് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ മൺഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് ഏകദേശം 53,643.10, നെഗറ്റീവ് 596.10 പോയിന്റ്സ് ഡൗൺ, നെഗറ്റീവ് 1.10% ഡൗൺവേർഡ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 300 പോയിന്റ്സ് ആണെന്ന്. അപ്പൊ അങ്ങനെ നോക്കാൻ നേരത്ത് 596 പോയിന്റ്സ് 300ഉം അല്ല 600ന്റെ അടുത്തായി ഒരു ആവറേജ് മൂവ്മെന്റ്, അതും ബെയറിഷ് മൂവ്മെന്റ് ആണ്, കൺസിഡറബിളി ഫുള്ളി ബെയറിഷ് മൂവ്മെന്റ് ആണ് ഇന്ന്. ഫിൻ നിഫ്റ്റി ആയിക്കോട്ടെ ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, ഫിൻ നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഫിൻ നിഫ്റ്റിയുടെ കാര്യം പറയാം, നല്ല ബെയറിഷ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് അനാലിസിസ് ചെയ്യാനുള്ള, നമുക്ക് അതിലോട്ട് കടക്കാം. അപ്പോ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കാൻ നേരത്തെ ഒന്നാമത്തെ മെയിൻ ഒരു കാര്യം നമുക്ക് എടുത്തു കാണാവുന്നത്, ഇവിടെ ഉണ്ടായിരുന്ന ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ക്ലോസ് ആയിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഇത് കംപ്ലീറ്റ്ലി ഇന്ന് ക്ലോസ് ആയി, ഇന്ന് ഫുള്ളി ക്ലോസ് ആയിട്ടുണ്ട്. ഇനി വേറെ ഗ്യാപ്പ് ഒന്നുമില്ല. ഇനിയുള്ളത് നമുക്ക് വളരെ താഴെ വരുന്ന ഗ്യാപ്സ് ആണ് ഇപ്പോൾ നമ്മൾ കൺസിഡറേഷനിൽ എടുക്കേണ്ട. പക്ഷെ ഈ ഒരു റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള മെയിൻ ഗ്യാപ്പും ക്ലോസ് ആയി, അതായത് ഇവിടെയുള്ള മെയിൻ ഗ്യാപ്പും കണ്ടോ, ഇതും കംപ്ലീറ്റ്ലി ക്ലോസ് ആയി. ഇവിടെ ഉണ്ടായിരുന്ന ആ സ്മോൾ ഗ്യാപ്പും കംപ്ലീറ്റ്ലി ക്ലോസ് ആയിട്ടുണ്ട്. അതാണ് എടുത്ത് കാണിക്കാനുള്ളത്. പിന്നെ ഇനി നമുക്ക് നോക്കാവുന്ന റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ കൊണ്ടുവരും. നമ്മൾ ഇൻട്രാഡേ ആണ് വരക്കുന്നത്. 1 hour ടൈം ഫ്രെയിമിൽ 54,400 ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ വരാൻ പോകുന്നത്. 54,400 ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നോക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 53, കുറച്ചും കൂടി എടുത്ത് പറയാം 53,000ലും കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് എടുക്കാവുന്നത്. കാര്യം ഈ സപ്പോർട്ട് ലെവൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ സപ്പോർട്ട് ലെവൽ വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് എടുത്ത് പറയാവുന്ന നല്ലൊരു പോയിന്റ് എന്ന് പറയുന്നത് 52,800 ആണ്. അതേസമയം വീക്ക്ലി അനാലിസിസ് ചെയ്യുന്നവർക്ക് 53,000 എടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഇൻട്രാഡേയില് 53,800 ആയിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് ലെവലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വരച്ച് കാണിച്ചു തരുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇവിടെ നമ്മുടെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്തോട്ടെ, നമ്മുടെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സെൽ ട്രെൻഡ്. ഓക്കെ, അപ്പൊ ഈ ട്രെൻഡില് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആണ്. അതായത് ഈ ഒരു ലെവൽ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 55,200 എന്ന ലെവല് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ, അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് പോയതിനു ശേഷം ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ആണ്, ചെറിയ റീട്രേസ്മെന്റ് ഉണ്ടാവും, എന്നിട്ട് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് മുകളിലോട്ടുള്ള ഒരു നെക്സ്റ്റ് റെസിസ്റ്റൻസ്, അതായത് ഈ ഒരു റെസിസ്റ്റൻസ് വരെയെങ്കിലും നമുക്കൊരു ബ്രേക്ക് ഔട്ട് മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതേസമയം ഇങ്ങനെ അല്ല സംഭവിക്കുന്നതെങ്കിൽ മാർക്കറ്റ് പിന്നെയും ഇവിടെ വന്ന് റീട്രേസ് ചെയ്യുന്നതായിരിക്കും. എവിടെ ഈ ഒരു പോയിന്റിൽ വന്ന് റീട്രേസ് ചെയ്യുന്നതായിരിക്കും. കാര്യം ഇത് ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേണും കൂടിയാണ്. ഒന്നും കൂടി മിനിമൈസ് ചെയ്ത് കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മുടെ സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ. അപ്പൊ ഈ സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ വെച്ച് നോക്കാൻ നേരത്തെ ഇവിടെ ഓൾറെഡി മാർക്കറ്റ് ഇന്ന് റെസ്പെക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ ഓൾറെഡി മാർക്കറ്റ് ഇന്ന് റെസ്പെക്ട് ചെയ്തു. അതുകൊണ്ട് കാര്യം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ ആണ് ഉണ്ടായിരിക്കണം. കണ്ടോ, ഇവിടെ നിന്ന് ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഓൾറെഡി ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ആണ്, അത് റെസ്പെക്ട് ചെയ്ത് മുകളിലോട്ട് പോയി. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ റെസിസ്റ്റൻസസ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസസ് ആണ്. ഈ ട്രെൻഡ് ലൈനിന്റെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ടുള്ള ഒരു ബുള്ളിഷ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റാവുന്നതാണ്. അത് മാത്രമല്ല ഇതിന്റെ സപ്പോർട്ട് ലെവൽസ് വരുന്ന ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാം ഏത് വശത്തോട്ടാണ് ബ്രേക്ക് ഔട്ട് ചെയ്യണതെന്ന്. കാര്യം എന്താണെന്ന് വെച്ചാൽ സിമെട്രിക്കൽ ട്രയാങ്കിൾ നിങ്ങൾക്ക് അറിയാലോ, ഓൾറെഡി ഡയറക്ഷൻ ഇല്ലാത്ത ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഏത് സൈഡിലോട്ട് ബ്രേക്ക് ഔട്ട് ആവുന്നു ആ വശത്തോട്ടായിരിക്കും കൂടുതൽ മൂവ്മെന്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു 54,400 റെസിസ്റ്റൻസ് 1 ബ്രേക്ക് ഔട്ട് ആവുന്നുണ്ടോന്ന്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കണ്ട അടുത്ത ലെവൽ ഓഫ് റെസിസ്റ്റൻസ്, അതായത് 55,196, 55,200 എന്ന് റൗണ്ട് അപ്പ് ആയിട്ട് എടുക്കാം. അത് ബ്രേക്ക് ഔട്ട് ആയാൽ നമുക്ക് വലിയ മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ചെറിയ
ഒരു കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 to 200 പോയിന്റ്സും കൂടി അപ്വേർഡ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇനി നോക്കാനുള്ള ഫിൻ നിഫ്റ്റി ആണ്. അപ്പൊ ഫിൻ നിഫ്റ്റി സെയിം തന്നെ കാര്യമാണ് പറയാനുള്ളത്. അപ്പൊ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഫിൻ നിഫ്റ്റിയിലും ഇവിടെ ഫിൻ നിഫ്റ്റിയിലുള്ള ആകെപ്പാടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഗ്യാപ്പ് കുറച്ചും കൂടി ക്ലോസ് ആവാനുണ്ട്. അതേസമയം ബാങ്ക് നിഫ്റ്റിയിൽ മുഴുവൻ ക്ലോസ് ആയെങ്കിലും ഫിൻ നിഫ്റ്റിയിൽ കുറച്ചും കൂടി ഗ്യാപ്പ് ക്ലോസ് ആവാനുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ക്ലോസ് ആയി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഉണ്ടായ ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ക്ലോസ് ആയി. എന്നിട്ട് ഫിൻ നിഫ്റ്റി 25011.40 വന്ന് നിൽക്കുന്നത്. നമുക്ക് ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് റെസിസ്റ്റൻസ് നോക്കാവുന്നത് ഈ ഒരു ലെവലാണ്. ഇതൊരു ഇമ്പോർട്ടന്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ആയിട്ട് വരും. ഇത് 25,500 എന്ന ലെവലാണ്. 25,500 ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ താഴ്ത്തോട്ട് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു സോണാണ്. ഈ ഒരു സോൺ എന്ന് പറയുന്നത് ഇവിടെ പല തവണയായി മാർക്കറ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കണ്ടോ, സപ്പോർട്ട് കറക്റ്റ് ആയിട്ട് എടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ സോൺ ബ്രേക്ക് ഔട്ട് നടന്നാൽ മാത്രമേ നമുക്ക് താഴ്ത്തോട്ടുള്ള ഒരു ബെയറിഷ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ഗ്യാപ് ഫില്ലിംഗ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ടോട്ടലി ഒരു ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഫിൻ നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 200 പോയിന്റ്സ് ആണ്. ഓക്കെ, ഇന്നത്തെ ഫോളും കൂടി നോക്കിക്കഴിഞ്ഞാൽ 345 പോയിന്റ്സ് ആണ് ഡൗൺഫോൾ മൂവ്മെന്റ് വന്നത്. നമുക്ക് ഒരു 45 എന്നൊക്കെ പറയാൻ നേരത്തെ ഏകദേശം ഒരു 350യുടെ ഒക്കെ അടുത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ നല്ലൊരു ബെയറിഷ് ഫാൾ ആണ് ഉണ്ടായത്. അപ്പോ അതുകൊണ്ട് തന്നെ ഇനി ഒരു ബെയറിഷ് ഫാൾ ഉണ്ടായാൽ മാത്രമേ ഈ ബാക്കിയുള്ള ഗ്യാപ്പ്, അതായത് ഈ ഗ്യാപ്പ് എന്ന് പറയുന്ന മെഷർമെന്റ് വരുന്നത് 200 പോയിന്റ്സ് ആണ്. ഞാനിവിടെ എഴുതിയിട്ടേക്കാം. 200 പോയിന്റ്സ് വരുന്ന ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ക്ലോസ് ആവുള്ളൂ. അങ്ങനെ ക്ലോസ് ആവുകയാണെങ്കിൽ നെക്സ്റ്റ് വരുന്ന സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഈ ഗ്യാപ്പ് ക്ലോസിംഗ് സപ്പോർട്ട് ലെവലായ 24,790, നമുക്ക് 24,700 എന്ന് എടുക്കാം. 24,700 ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 2 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. കാര്യം സപ്പോർട്ട് 2 എന്നോ സപ്പോർട്ട് 1 എന്നോ എടുക്കാം. കാര്യം 2 എന്ന് എടുക്കാൻ കാര്യം നമുക്ക് നേരത്തെ ഞാൻ ഇവിടെ കാണിച്ച പോലെ ഒരു മൈനർ സപ്പോർട്ട് ലെവൽ ഉണ്ട്. ഇമ്പോർട്ടന്റ് അല്ല, മൈനർ സപ്പോർട്ട് ലെവലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടേക്കാം. ഇതാണ് നമ്മുടെ മൈനർ സപ്പോർട്ട് ലെവൽ വരുന്നത്. ഈ ലെവൽ എന്ന് പറയുന്നത് ഏകദേശം 25,000 ആണ്. അപ്പോൾ ഈ ഒരു മൈനർ സപ്പോർട്ട് ലെവൽ കൂടി ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിന്റെ ഈ 200 പോയിന്റ്സ് ഗ്യാപ്പ് ക്ലോസ് ആകുമെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടം വരെ എത്തിയതിനു ശേഷം ഈ 24,700 റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് വീണ്ടും ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും. ഞാനൊന്ന് ഗ്രീനിലാക്കിക്കോട്ടെ. ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും. അത് വളരെയധികം ശ്രദ്ധിക്കുക. മുകളിലത്തെ കേസിലാണെങ്കിൽ നോക്കേണ്ടത് 1 അവർ ബുള്ളിഷ് കാൻഡിൽ കൺഫർമേഷൻ നോക്കുക. 1 അവർ ടൈം ഫ്രെയിമിൽ തന്നെ നോക്കുക. അഥവാ 25,500 എന്ന ലെവൽ ബ്രേക്ക് ഔട്ട് ആകണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു അപ്വേർഡ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് സെൻസെക്സ് നോക്കാം. അതിന് മുമ്പ് ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സും ലൂസേഴ്സും നിഫ്റ്റി 50 ആരൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ നിഫ്റ്റി 50 ടോപ്പ് ഗെയിനേഴ്സ് ടെക്കൻ, ഇൻഫി, കോൾ ഇന്ത്യ, JSW സ്റ്റീൽ, TCS, ഹിൻഡാൽകോ, ഇൻഡിഗോ, ടാറ്റ സ്റ്റീൽ, വിപ്രോ, HCL ടെക് എന്നിവയാണ്. ലൂസേഴ്സ് ഇത്തിരി ലിസ്റ്റ് കൂടുതലാണ്. അതിനകത്ത് ഏറ്റവും വലിയ ലൂസറായിട്ട് വന്നത് ഹിന്ദുസ്ഥാൻ ലിവർ, ടാറ്റ കൺസ്യൂമബിൾസ്, ITC, ശ്രീരാം ഫൈനാൻസ്, M&M, NTPC, മാക്സെൽഫ്, TMPV എന്നിവയൊക്കെയാണ്. നമുക്ക് ഇനി ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിൽ ഒന്നുമില്ല. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ബാങ്ക് നിഫ്റ്റി ഇത്തിരി ബെയറിഷ് ആയിട്ടാണ് പെർഫോം ചെയ്തത്. അതിനകത്ത് ഏറ്റവും വലിയ ലൂസർ ആയിട്ട് വന്നത് യൂണിയൻ ബാങ്ക് ആണ്. -2.76 പോയിന്റ്സ് ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ് വന്നത്. എന്റെ തൊട്ടു പുറകെ PNB ബാങ്ക്, കാനറ ബാങ്ക്, കൊടക് ബാങ്ക്, AU ബാങ്ക്, ICICI ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഇൻഡസ് ബാങ്ക്, SBI, ആക്സിസ്, യെസ്, ഫെഡറൽ, HDFC, IDFC ഫസ്റ്റ് ബാങ്ക്. കൂട്ടത്തിലെ IDFC ഫസ്റ്റ് ബാങ്ക് ആണ് ഏറ്റവും കുറവ് ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് സെൻസെക്സിലോട്ട് കടക്കാം. അപ്പോ സെൻസെക്സിൽ നോക്കുവാണെങ്കിൽ സെൻസെക്സിലും നമ്മൾ ഒരു സിമെട്രിക്കൽ പാറ്റേൺ പിന്നെ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേണും വരച്ചിട്ടിരുന്നു. ഞാൻ അത് മാത്രമല്ല, ഇത് ഞാൻ പറഞ്ഞിരുന്നത് ഈ അസെൻഡിങ് ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ട് ആയാൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് നടത്താൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് നടന്നി. പിന്നെ ഞാൻ പറഞ്ഞിരുന്നത് ഇവിടെ ഒരു ഗ്രീൻ കാൻഡിൽ ഫോർമേഷൻ ഉണ്ടായില്ലെങ്കിൽ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് നടക്കാൻ ചാൻസ് കുറവാണ്. ബ്രേക്ക് ഔട്ട് നടന്നാലോ ഇവിടെയുള്ള ബാക്കിയുള്ള ഈ ഒരു സ്മോൾ ഗ്യാപ്പ്
ഈ ഗ്യാപ്പ് ഞാൻ മെഷർ ചെയ്തു ഇട്ടിരുന്നു. ഗ്യാപ്പ് എത്രയായിരുന്നു വന്നിരുന്നത്? ഏകദേശം 500 പോയിന്റ്സ് വരുന്ന ഗ്യാപ്പ് ഫിൽ ആകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു സോൺ 76,500 74,500 എന്ന സോണിൽ തന്നെയാണ് ട്രേഡ് ചെയ്ത് ഇപ്പോൾ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 74,297 കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് ഇവിടെ വന്ന് ഇവിടെ വന്ന് മാർക്കറ്റ് ബൗൺസ് ചെയ്ത് തിരിച്ച് താഴ്ത്തോട്ട് മൂവ്മെന്റ് നടത്തി. അപ്പൊ ഇതൊക്കെ വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാം. ആദ്യമേ തന്നെ ആ ഗ്യാപ്പ് ഒന്ന് ഞാൻ മാർക്ക് ചെയ്തോട്ടെ. ഈ ഗ്യാപ്പ് വരുന്നത് ഏകദേശം 500 പോയിന്റ്സ് ആണ്. ബൈ സെൽ വാല്യൂ വരുന്നത് 74,267.34. മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്ത ലെവൽ എന്ന് പറയുന്നത് ഏകദേശം 74,297 ആണ് ഇന്നത്തെ സെൻസെക്സിന്റെ ക്ലോസിംഗ്, അതായത് മൺഡേ ക്ലോസിംഗ്. ബൈ സെൽ വാല്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ബുള്ളിഷ് മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, നെഗറ്റീവ് മൂവ്മെന്റ് ആണ് വന്നത്. നെഗറ്റീവ് 508 പോയിന്റ്സ് ഡൗൺ. നമ്മൾ ബെയറിഷ് ആയിട്ട് തന്നെ കാണും. അതും ഞാൻ എടുത്ത് പറയാനുള്ളത് നിഫ്റ്റി പോലെ തന്നെ ഈ ഒരു ഏരിയയിലുള്ള ഒരു സൈഡ് വേസ് ആൻഡ് ബുള്ളിഷ് കാൻഡിൽസ് ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ IT സെക്ടറാണ് പെർഫോം ചെയ്തത്. പിന്നെ 508 പോയിന്റ്സ് ബെയറിഷ് ആണ്. കാര്യം സെൻസെക്സിന്റെ ആവറേജ് മൂവ്മെന്റ് ഞാൻ പറയാറുണ്ട് 500 to 1000 പോയിന്റ്സ് ആണെന്ന്. അതുകൊണ്ട് തന്നെ ആവറേജ് 500 ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. 0.68% ആണ് ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ സെൻസെക്സിലും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഇവിടെ ഉണ്ടായിരുന്ന ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ക്ലോസ് ആയിട്ടുണ്ട്. ഫുള്ളി കംപ്ലീറ്റ്ലി ക്ലോസ് ആയി. ഇത്രയും വലിയ ഗ്യാപ്പ് ആയിരുന്നു, അത് ഫുള്ളി കംപ്ലീറ്റ്ലി ക്ലോസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അനാലിസിസിലോട്ട് കടക്കാം. അപ്പോ സെൻസെക്സിൽ ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം ഒരു ബിഗ് പിക്ചർ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ, ഞാനൊന്ന് മിനിമൈസ് ചെയ്യട്ടെ, അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റും. അപ്പൊ ഒരു ബിഗ് പിക്ചർ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ ഫോർമേഷൻ ബ്രേക്ക് ഔട്ടും ആയിട്ടുണ്ട്. ഒന്നും കൂടി ആ ലൈൻ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഞാൻ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ടില്ല, ട്രെൻഡ് ലൈൻ ആണ് കറക്റ്റ് വെച്ചോട്ടെ. കണ്ടോ, ഈ ഒരു ട്രെൻഡ് ലൈൻ ഫുള്ളി ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി മിനിമൈസ് ചെയ്താൽ കറക്റ്റ് കാണാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ബിഗ് പിക്ചർ ആയിട്ട് നോക്കിയാലേ അത് കാണുള്ളൂ. ധാരാളം റെസിസ്റ്റൻസ് ഉള്ള ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 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 ഇതൊക്കെ റെസ്പെക്ട് ചെയ്ത ലെവൽസ് ആണ്. ഞാൻ ഇത് 1 hour ടൈം ഫ്രെയിമിൽ തന്നെയാണ് കാണിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ താഴെയുള്ള ട്രെൻഡ് ലൈൻ, 2 ട്രെൻഡ് ലൈൻ കൂടുന്നതാണല്ലോ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ. ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് കാണാം, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഇനി നോക്കാനുള്ള ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 75,500 അതായിരിക്കും ഒരു അപ്രോപ്രിയേറ്റ് ലെവല്. 76,500 ഉണ്ട്, അതെന്ന് പറയുന്നത് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ ആയിട്ട് വരും. ഞാൻ അതും കൂടി മാർക്ക് ചെയ്യാം. 76,500 ഇത് ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ വരുന്നത് ഫസ്റ്റ് നോക്കേണ്ടത് 75,500 ആണ്. ഞാനൊന്ന് കറക്റ്റ് എടുത്തോട്ടെ. 75,500 ഇത് ഇമ്പോർട്ടന്റ് ഫസ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ആയിട്ട് വരും, 75,500. പക്ഷേ ഈ 75,500 എന്ന ലെവല് ക്രോസ് ചെയ്യാത്ത പക്ഷം ഇവിടെ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് മൂവ്മെന്റ് ആയ നേരത്തെ പറഞ്ഞ 76,500 മാർക്കറ്റ് മൂവ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല 1 hour സ്ട്രോങ് ബുള്ളിഷ് കാൻഡിൽ കൺഫർമേഷൻ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇങ്ങനെ ഒരു സ്ട്രോങ് ബുള്ളിഷ് കാൻഡിൽ കൺഫർമേഷൻ വന്നാൽ മാത്രമേ മുകളിലോട്ട് ട്രേഡ് എടുക്കാവൂ. അങ്ങനെ ഒരു ബുള്ളിഷ് കാൻഡിൽ വരുവാണെങ്കിൽ 76,500 വരെ മാർക്കറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റ് വന്ന് നിൽക്കുന്ന ലെവൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് കാണുന്ന 3 തവണ ഈ സപ്പോർട്ട് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ഓപ്പൺ ചെയ്യുന്നത് ഫ്ലാറ്റ് ആണെങ്കിൽ നമുക്ക് ഇനി നോക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 73,500 ആണ്. ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്തോട്ടെ. 73,500 ഇതായിരിക്കും നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ 2 ലെവലും
വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണണം. കാര്യം നമുക്കറിയാം തേഴ്സ്ഡേ സെൻസെക്സിന്റെ എക്സ്പയറി വരും. അപ്പോൾ ഈ ലെവൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കി വേണം ഇംപ്ലിമെന്റ് ചെയ്യാൻ. അത് മാത്രമല്ല ഈ 73,500 അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ചാൻസസ് ഉണ്ട് മാർക്കറ്റ് ഇവിടുന്ന് റീട്രേസ് ചെയ്യാൻ ധാരാളം ചാൻസസ് ഉണ്ട്. ബട്ട് ഞാൻ ഒന്നും കൂടി എടുത്തു പറഞ്ഞോട്ടെ, ഒരു ഡിസ്ക്ലെയിമർ, നമ്മുടെ വാറും നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസും കൂടി നോക്കണം. അഥവാ ക്രൂഡ് ഓയിൽ പ്രൈസ് ഇൻക്രീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യുദ്ധവുമായിട്ട് ഗ്ലോബലായിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സീരിയസ് സിറ്റുവേഷൻ വരുവാണെങ്കിൽ ആ മാർക്കറ്റ് റിഫ്ലക്ട് ചെയ്ത് ഈ 73,500 ബ്രേക്ക് ഔട്ട് ആയിട്ട് പോകുന്നതായിരിക്കും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക, സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക, അൺവാണ്ടഡ് ട്രേഡ്സ് എടുക്കാതിരിക്കുക, കറക്റ്റ് ആയിട്ട് ക്യാൻഡിൽസും പാറ്റേൺസും ഒക്കെ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അനലൈസ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ജൂൺ മന്തിലെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ 8870135772 എന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പ് കോൾ ചെയ്യാവുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസ്, എത്ര കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്, ഓരോരുത്തരുടെ നോളേജ് അനുസരിച്ചുള്ള പേഴ്സണൽ മെന്റർഷിപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടം വരെ പഠിച്ചു, എന്തൊക്കെ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്നെല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്ക് വിടാ. സോ നാളെ ഫൺസോറയിൽ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു, ബൈ, ഹാവ് എ നൈസ് ഡേ. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എൻ്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എൻ്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഫൺസോറയിൽ നിന്ന് വിടാം. താങ്ക് യു, ബൈ, ഹാവ് എ നൈസ് ഡേ.